കുറ്റിക്കാടിന്റെ അടുത്തുള്ള പട്ടിക്കാട്ടിൽ ഒരു മുഖ്യമന്ത്രിയുടെ തൊരപ്പൻ ചെക്കൻ പപ്പടം ചോദിച്ചു എന്ന് പറഞ്ഞ് ഒരു കോളേജ് പയ്യനെ കൊന്ന് കെട്ടിത്തൂക്കുന്നു. മന്ത്രിയുടെ ചെക്കനായതുകൊണ്ട് ഇതൊരു ആത്മഹത്യയാണെന്ന് വരുത്തി തീർക്കാൻ ഒരു പോലീസ് വെടലൻ ഈ ഡെഡ് ബോഡി റെയിൽവേ ട്രാക്കിൽ കൊണ്ടുപോയി ഉപേക്ഷിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ മാസ്കാ ബാബ് രവി തേജ് അണ്ണന്റെ വരവ്. അണ്ണൻ റെയിൽവേ ഇൻസ്പെക്ടർ ആണത്രേ. ഡെഡ് ബോഡി കാണാതെ തന്നെ ഇതൊരു കൊലപാതകമാണ് മനസ്സിലാക്കിയ അണ്ണൻ ആ തൊരപ്പൻ ചെക്കനെ അടിച്ചു തൂറ്റിച്ച് നട്ടലൊടിക്കുന്നു. ഇതിന് പകരമായി മന്ത്രി അണ്ണനെ മറ്റൊരു ഗ്രാമത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതിന്റെ ഇടയിൽ 57 വയസ്സുള്ള അണ്ണനും 69 വയസ്സുള്ള അണ്ണനും മുത്തച്ഛനും കൂടെ 33 വയസ്സുള്ള പെണ്ണിനെ കാണാൻ പോകുന്നു. അണ്ണൻ പറയുന്നത് കുറച്ചുകൂടി ചെറിയ പെണ്ണായിരുന്നെങ്കിൽ എനിക്ക് ഓക്കെ ആണെന്നാണ്. അതിന്റെ ഇടയിൽ ആ തന്തക്കിളവന്റെ വെറുപ്പിക്കൽ. അണ്ണന് ട്രാൻസ്ഫർ കിട്ടിയ സ്ഥലത്തെ മെയിൻ കൃഷിയാണ് കഞ്ചാവ്. അവിടുത്തെ കഞ്ചാവ് വിറ്റ കുഞ്ചുവായിരുന്നു പുഷ്പ ലൈറ്റ് അഥവാ ശിവണ്ണൻ. അണ്ണന്റെ മെയിൻ ഹോബികളാണ് പാമ്പിനെ കൊണ്ട് കടിപ്പിക്കുക, കാമുകിയെ ചങ്ങലക്കിടുക, പുഷ്പയെ പോലെ കൊണകൊണ പറയുക. അങ്ങനെ തേജ അണ്ണൻ കിളവനെ നൈസായിട്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് തട്ടി പുതിയ സ്ഥലത്തേക്ക് വരുന്നു. അവിടെ എത്തിയതും കഞ്ചാവ് അടിച്ചു എന്ന് പറഞ്ഞ് കുറച്ച് വെടൽമാരെ അടിച്ചു തൂറ്റിച്ച് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോകുന്നു. അവിടെ എത്തിയതും നീ ഏതാടാ നായെ, ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാൻ ഞങ്ങളുണ്ട് എന്ന് പറഞ്ഞ് അണ്ണനെ ഊക്കിവിടുന്നു. ഊക്ക് നമ്പർ 1. അന്ന് രാത്രി അണ്ണൻ കുറ്റിക്കാട്ടിൽ വെളിക്കരിക്കാൻ പോയപ്പോൾ മയിലിനെ വെടിവെച്ച് എന്ന് പറഞ്ഞ് രണ്ടാൾക്കാരെ പിടിച്ച് ഫോറസ്റ്റ് ഓഫീസറെ ഏൽപ്പിക്കുന്നു. ഒന്ന് പോയട വധൂരി എന്ന് പറഞ്ഞ് അണ്ണൻ അവിടെ നിന്ന് മൂക്കിവിടുന്നു. ഊക്ക് നമ്പർ 2. പിറ്റേ ദിവസം ഗുണ്ടകൾ വന്ന് അണ്ണനെ വീണ്ടും ഊക്കുന്നു. ഊക്ക് നമ്പർ 3. ഇതെന്റെ ഡാഡി അറിഞ്ഞാൽ ഉണ്ടല്ലോ എന്ന് അണ്ണൻ പറഞ്ഞപ്പോൾ നിനക്കതിന് ഡാഡി ഇല്ലല്ലോ എന്ന് ഗുണ്ടകൾ പറയുന്നു. അത് കേട്ടതും അണ്ണൻ എല്ലാറ്റിനെയും അടിച്ചു തൂറ്റിക്കുന്നു. അപ്പോഴാണ് അണ്ണൻ തുളസി എന്നൊരു പെണ്ണിനെ കാണുന്നത്. അവളെ കണ്ടതും അണ്ണന്റെ അടിവയറ്റിൽ മഞ്ഞുള്ള രാത്രി. ബൈ ദ ബൈ 57 വയസ്സുള്ള മാസ്കാ ബാപ്പിന് 25 വയസ്സുള്ള ശ്രീലീല ചേച്ചി. അങ്ങനെ ഇതാണ് പണിക്കര് പറഞ്ഞ കുട്ടി എന്ന് പറഞ്ഞ് ആ പെണ്ണിന്റെ പുറകെ അണ്ണൻ മണപ്പിച്ച് നടക്കുന്നു. അവളൊരിക്കൽ ലേറ്റ് ആയപ്പോൾ അണ്ണൻ ട്രെയിൻ പിടിച്ചിടുകയും ട്രെയിനിന്റെ ചങ്ങല വലിക്കുകയും ചെയ്യുന്നു. ഇന്ത്യൻ റെയിൽവേ അണ്ണന്റെ ഡാഡിയുടെ വക ആയതുകൊണ്ട് ഓക്കെ. പിറ്റേ ദിവസം തേജാണ് ഒരു വലിയ സത്യം മനസ്സിലാക്കുന്നു. താൻ സ്നേഹിച്ച ശ്രീലീല ചേച്ചി ടീച്ചറല്ല, മറിച്ചൊരു കഞ്ചാവ് കുഞ്ചുവാണെന്ന്. ട്രെയിനിൽ ചായക്കടിക്ക് പകരം കഞ്ചാവ് വിൽക്കലാണ് പണി. വീണ്ടും അണ്ണൻ ഊക്ക്. അതിന്റെ സങ്കടത്തിൽ ഒരു ഐറ്റം സോങ്. അങ്ങനെ പുഷ്പ ലൈറ്റ് ഒരു ഗുഡ്സ് ട്രെയിൻ വഴി കഞ്ചാവ് കടത്താൻ ശ്രമിക്കുമ്പോൾ അണ്ണൻ ട്രെയിൻ തടയുകയും ഒറ്റയ്ക്ക് 200 പേരെ അടിച്ചു തൂറ്റിക്കുന്നു. എന്നിട്ടൊരു ഡയലോഗ്, ഇനിയും 100 പേരെ അയക്കുന്നു ഷേർഖാൻ എന്ന്. ഒരു മയം വെക്കേണ്ട മൈ. അപ്പോഴാണ് തേജണർ സത്യം മനസ്സിലാക്കുന്നത്. ശ്രീലേ ചേച്ചിയുടെ ചേച്ചി നമ്മുടെ പുഷ്പ ലൈറ്റ് അണ്ണന്റെ കസ്റ്റഡിയിലാണെന്ന്. അവളെ രക്ഷിക്കാനാണ് അവൾ കഞ്ചാവ് വിൽക്കുന്നത്. ഇത് കേട്ടതും അണ്ണൻ വില്ലന്മാരെയൊക്കെ അടിച്ചു തൂറ്റിച്ച് ശിവണ്ണന്റെ വീട്ടിലേക്ക് പോകുന്നു. എന്നിട്ട് അണ്ണന് കഴിക്കാനുള്ള ഭക്ഷണമൊക്കെ ആ നാറി എടുത്ത് തിന്നുന്നു. എന്നിട്ട് ശിവനെയും കെട്ടിയിട്ട് അണ്ണൻ എന്തൊക്കെയോ തെലുങ്കിൽ പറയുന്നു. അവസാനം തേജണ്ണൻ കഞ്ചാവ് ഒളിപ്പിച്ച സ്ഥലം വില്ലന്മാർ മനസ്സിലാക്കുന്നു. അവിടെ പോയതും കാവലായി ഏജന്റ് വിക്രമിന്റെ ഫ്രണ്ടായ ഏജന്റ് കിളവനുണ്ടായിരുന്നു. പുതിയ വില്ലൻ വന്ന് ഏജന്റ് കിളവനെ വെടിവെച്ച് കൊന്ന് കഞ്ചാവ് അടിച്ചു കൊണ്ടുപോകുന്നു. കിളവൻ ഡെഡ് ആയത് കണ്ട് തേജണ്ണന് സങ്കടം വരുന്നു. ഏത് ഈ ഓൾഡ് ഏജ് ഹോമിൽ കൊണ്ടാക്കിയ നാറിക്കോ? അവസാനം ഗ്രാമത്തിലെ ഉത്സവത്തിന്റെ അന്ന് എല്ലാറ്റിനെയും അണ്ണൻ ഇടിച്ചും അടിച്ചും തൂറ്റിച്ചു കൊല്ലുന്നു. അങ്ങനെ 57 വയസ്സുള്ള അണ്ണൻ 25 വയസ്സുള്ള ശ്രീലല ചേച്ചിയെ കെട്ടി ട്രെയിനിൽ കൊണ്ടുപോകുന്നു. അത് അങ്ങനെ ഒരു ട്രെയിനോളി.